നമസ്കാരം. ആഗോള ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ അത്യന്തം സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ലോകമെങ്ങും ഭീതിയോടെയും ആകാംക്ഷയോടെയും ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് ഡൂംസ്ഡേ പ്ലെയിൻ അഥവാ ലോകാവസാന വിമാനം. കേൾക്കുമ്പോൾ തന്നെ വിനാശകരമായ ഒരു ചിത്രം മനസ്സിലേക്ക് നൽകുന്ന ഈ വിമാനം യഥാർത്ഥത്തിൽ ഒരു യുദ്ധവിമാനമല്ല, മറിച്ച് അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും രാജ്യം ഭരിക്കുവാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു പറക്കുന്ന കമാൻഡ് സെൻ്ററാണ്. ബോയിങ് E-4B നൈറ്റ് വാച്ച് എന്ന് ഔദ്യോഗികമായി അറിയപ്പെടുന്ന ഈ വിമാനം അമേരിക്കൻ പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലുള്ള ഏറ്റവും കരുത്തുറ്റതും നിഗൂഢവുമായ ആയുധങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഭൂമിയിലെ സകല നിയന്ത്രണ കേന്ദ്രങ്ങളും ആശയവിനിമയ സംവിധാനങ്ങളും ഒരു ആണവ യുദ്ധത്തിലോ മറ്റ് പ്രകൃതി ദുരന്തങ്ങളിലോ തകർക്കപ്പെട്ടാലും ആകാശത്തിരുന്ന സൈന്യത്തെയും രാജ്യത്തെയും നിയന്ത്രിക്കുവാൻ ഈ വിമാനം പ്രസിഡന്റിനെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെയും സഹായിക്കും. ഒരു ആണവ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും പ്രവർത്തിക്കുവാൻ സജ്ജമായ ഇതിൻ്റെ പ്രത്യേകതകൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ വിസ്മയമായി തന്നെ നിലകൊള്ളുന്നു. ബോയിങ് 747-200 എന്ന ജംബോ ജെറ്റ് വിമാനത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് E-4B. എന്നാൽ സാധാരണ വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ പുറംഭാഗം ആണവ സ്ഫോടനത്തെ തുടർന്നുണ്ടാകുന്ന താപതരംഗങ്ങളെയും ആണവ വികിരണങ്ങളെയും പ്രതിരോധിക്കുവാൻ ശേഷിയുള്ള പ്രത്യേക കവചങ്ങളാൽ നിർമ്മിതമാണ്. ഈ വിമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് ഇലക്ട്രോമാഗ്നറ്റിക് പൾസുകളെ അതിജീവിക്കുവാൻ കഴിയും എന്നതാണ്. സാധാരണ ഡിജിറ്റൽ ഉപകരണങ്ങൾ നിശ്ചലമാക്കുന്ന ഇത്തരം പൾസുകൾ ഈ വിമാനത്തിലെ ആശയവിനിമയ സംവിധാനങ്ങളെ ബാധിക്കില്ല. ഇതിനായി പഴയ രീതിയിലുള്ള അനലോഗ് സാങ്കേതിക വിദ്യയും ഇലക്ട്രോണിക് സർക്യൂട്ടുകളും വിമാനത്തിനുള്ളിൽ വിദഗ്ധമായി സമന്വയിപ്പിച്ചിരിക്കുന്നു. കൂടാതെ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ചെറിയ കൂനയ്ക്കുള്ളിൽ 60-ലധികം ഉപഗ്രഹ ആന്റിനകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ ഏത് കോണിലുമുള്ള സൈനിക കേന്ദ്രങ്ങളുമായും ആഴക്കടലിനടിയിൽ സഞ്ചരിക്കുന്ന ആണവ അന്തർവാഹിനികളുമായും നേരിട്ട് ബന്ധപ്പെടാൻ ഇതിലൂടെ സാധിക്കും. സമുദ്രത്തിനടിയിലുള്ള അന്തർവാഹിനികളിലേക്ക് സന്ദേശങ്ങൾ കൈമാറുവാൻ വിമാനത്തിൻ്റെ പിന്നിൽ നിന്ന് കിലോമീറ്ററുകളോളം നീളമുള്ള വയർ ആന്റിനകൾ വായുവിലേക്ക് താഴ്ത്തി വിടുവാനുള്ള സംവിധാനവും ഇതിലുണ്ട്. ഡൂംസ്ഡേ പ്ലെയിനിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത അതിൻ്റെ ഇന്ധനക്ഷമതയും ആകാശത്ത് തുടരുവാനുള്ള ശേഷിയുമാണ്. വായുവിൽ വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കുവാനുള്ള സംവിധാനം ഉള്ളതിനാൽ വിമാനത്തിന് ആഴ്ചകളോളം നിലത്തിറങ്ങാതെ ആകാശത്ത് തന്നെ തുടരുവാൻ സാധിക്കും. 3 തട്ടുകളായി സജ്ജീകരിച്ചിരിക്കുന്ന ഈ വിമാനത്തിനുള്ളിൽ ഒരു കൊച്ചു പെൻറ്റഗൺ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയാം. പ്രധാന കമാൻഡ് സെൻറ്റർ, കോൺഫറൻസ് റൂം, ബ്രീഫിംഗ് റൂം, ആശയവിനിമയ വിഭാഗം, വിശ്രമ മുറികൾ എന്നിവ ഇതിലുണ്ട്. ഒരേ സമയം 112 പേർക്ക് വരെ ഈ വിമാനത്തിൽ ജോലി ചെയ്യുവാനും യാത്ര ചെയ്യുവാനും സാധിക്കും. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയും മറ്റ് ഉന്നത സൈനിക മേധാവികളും വിദേശയാത്രകളിൽ പലപ്പോഴും ഈ വിമാനത്തെയാണ് ആശ്രയിക്കാറുള്ളത്. ഒരു അത്യാഘാതം സംഭവിക്കുമ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ പറന്നുയരുവാൻ പാകത്തിൽ വർഷത്തിൽ എല്ലാ ദിവസവും ഈ വിമാനം അതീവ ജാഗ്രതയോടെ സജ്ജമായിരിക്കും. റഷ്യയ്ക്കും സമാനമായ രീതിയിൽ ഇല്യൂഷൻ IL-80 എന്ന പേരിൽ സ്വന്തമായി ഒരു ഡൂംസ്ഡേ പ്ലെയിൻ ഉണ്ടെന്നത് ഈ രംഗത്തെ ആഗോള മത്സരത്തിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. സമാധാനകാലത്ത് ഒരു പേടി സ്വപ്നമായി തോന്നാമെങ്കിലും ഒരു അടിയന്തര ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ സുരക്ഷയും ഭരണവും ഉറപ്പാക്കുന്ന അമൂല്യമായ ഒരു സംരക്ഷണ കവചമായി ഈ വിമാനം നിലകൊള്ളുന്നു. വെബ് ഡെസ്ക് തത്വമൈ TV.